അങ്ങനെ ഇന്നത്തെ ഓട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലും കാര്യത്തിന് എത്തി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്ത് എടുക്കാൻ പോകാനുള്ള ഷീടും കാര്യത്തിലുണ്ട്. അപ്പൊ എന്തായാലും പാർക്കും കാര്യങ്ങളെയും ചെയ്ത് ഇറങ്ങിയിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കിടന്നാൽ നാളെ രാവിലെ എന്തായാലും കാണാം. ഗൈസ് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് സോമിങ് കാര്യത്തിന് വരുന്നുണ്ട്. എന്താ ആദ്യം നമ്മളെ വീട്ടിലേക്ക് 2 സോമിങ് കാര്യത്തിന് വരുന്നുണ്ട്. ഗൈസ് നമ്മളെ ബെഡ്റൂമിലും കാര്യത്തിന് എത്തി. അപ്പൊ ഇതിന്റെ എടുത്ത് എടുക്കാൻ വരുന്ന തോന്നുന്നു യാതൊരില്ല. ഗൈസ് ഇന്ന് എന്താ ആക്രമിക്കുന്ന കാര്യത്തിനുണ്ട്, തലക്ക് അടിച്ചിട്ടുണ്ട്, അതേപോലെ കടിച്ചിനും കാര്യത്തിനുണ്ട്. ആ സോമി ഞാൻ ഇപ്പൊ നിങ്ങളെന്താ ചെയ്ത്? ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ഓട്ടോടെയാണ് ക്ഷീണം കൊണ്ട് എടുക്കുന്നത്. ഗൈസ് അപ്പൊ ഇന്ന് 2 കണ്ടാക്കിച്ചിന്. തല വാര, വാര, കാല് വാറാക്കിച്ചിന്, കയ്യും കാലും വാറാക്കിച്ചിന്. ഗൈസ് ഇതൊക്കെ ആക്കിയിട്ടാണ് സോംബിങ് കാര്യത്തിന് തിരിച്ചു പോണ്ടി. വന്ന പോലെ തന്നെ തിരിച്ചും കാര്യത്തിന് പോണ്ട്. അങ്ങനെ രാവിലെ ഇപ്പൊ പോലീസും കാര്യത്തിന് വന്ന് നമ്മളെ വീട്ടും കാര്യത്തിന് പോണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാ തോന്നുന്നു ഫ്രാങ്കിലെ വീട്ടും കാര്യത്തിന് പോകണം. അപ്പൊ എന്താ നമുക്ക് നോക്കാം. ഗൈസ് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രാങ്കിലിന്റെ 3 ഭാഗം കഴിഞ്ഞ് പിടിച്ചുകൊണ്ട് പോലീസുകാരും കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങി വരും. ഇനി എന്താവും നമുക്ക് നേരെ നോക്കാം. ഗൈസ് അപ്പൊ നമ്മളെല്ലാം എൻജോയ്മെന്റിലും കാര്യത്തിനാണ്. നല്ല എൻജോയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ മൊബൈലും കാര്യത്തിന് വരുന്നത്. കുറച്ചേറെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചെയ്തിട്ട് കാര്യത്തിന് നമുക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഗൈസ് അപ്പൊ എന്തായാലും തിരക്കിലേക്ക് നമ്മൾ എടുക്കുക. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനും കാര്യത്തിന്. ഏത് പോലീസ് സ്റ്റേഷൻ? ഫ്രാങ്കിലെ സിറ്റിയുടെ പോലീസ് സ്റ്റേഷൻ. എന്താ സാർ എന്താ വിളിപ്പിച്ചേ? ഇത് ഫ്രാങ്കില. ഞാൻ ഫ്രാങ്കിലെ അനിയനും കാര്യത്തിനാണ്. അപ്പൊ ഫ്രാങ്കിലിനെ എന്താ പറ്റി? ഒന്നുമില്ല. അപ്പൊ ഫ്രാങ്കിലെ സിറ്റിയും കാര്യത്തിന് അർജന്റായിട്ട് വരുന്നത്. ഇപ്പൊ നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഡ്രൈവും കയറിയിട്ട് പെട്ടെന്ന് അർജന്റായിട്ട് വരും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കാര്യം കാര്യത്തിന് പറഞ്ഞത്. ഓക്കെ സാറേ, നമ്മളോട് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പറഞ്ഞ ഫ്രാങ്കിലെ സിറ്റിക്ക് കാര്യത്തിന് വരാനാണ് പറഞ്ഞപ്പോ എന്തെങ്കിലും നമുക്ക് അർജന്റായിട്ട് ഫ്രാങ്കിലെ സിറ്റിയും കാര്യത്തിന് ഡ്രൈലും കാര്യത്തിന് പോകേണ്ടി വരും. അപ്പൊ ഞാൻ ഡ്രൈലും കാര്യത്തിന് നമ്മൾ സിറ്റിയിലും കാര്യത്തിന് എത്തി. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇവിടേക്കും കാര്യത്തിന് വരുന്നത്. അങ്ങനെ ഞാൻ സിറ്റിയിലും കാര്യത്തിന് എത്തി. അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ കുറെ മാറ്റം കാര്യത്തിന്. അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടി കാര്യത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി കയറി നമുക്ക് നേരെ പോവാം. ഇവിടെ ബൈക്കും കാര്യത്തിന് MPC ഹോട്ടൽ തുടങ്ങി. ഇപ്പൊ ആദ്യമൊക്കെ കാറും കാര്യത്തിന് ഇപ്പൊ കുറെ മാറ്റങ്ങൾ കാര്യത്തിനുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാൻ എന്തായാലും അർജന്റായിട്ട് പോലീസുകാരും കാര്യത്തിന് വിളിപ്പിച്ചാണ്ട് യാതൊരു ഉണ്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ പോകുമ്പോൾ വണ്ടിക്കും കാര്യത്തിന് ഇടിച്ചു, ബൈക്കിനും കാര്യത്തിന് ഇടിച്ചും നമുക്ക് അതുവരെ ഓട്ടാൻ തന്നെ അറിയില്ല. അപ്പൊ നമ്മൾ ഇടിച്ചിനൊക്കെ ഇതാക്കിയത്. അപ്പൊ എന്തായാലും ഇവിടെ കുടുങ്ങിയിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് കേസ് ആകുമ്പോൾ പെട്ടെന്ന് പോരാൻ പറ്റില്ല. ബൈക്കും കാര്യത്തിന് കുടുങ്ങിയിരിക്കണം. അപ്പൊ എന്തായാലും കുറച്ചേരം നിന്നിട്ട് പോവാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെയാണ്. കേസ് ആവണ മുന്നേറ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങണം. അറിഞ്ഞാൽ അഥവാ നമ്മളെ ജയിലിൽ പിടിച്ചിടും. അപ്പൊ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനും കാര്യത്തിന് ഈ പോലീസ് സ്റ്റേഷനിൽ സാറൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പൊ ഒരു സാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പൊ എന്തായാലും വണ്ടിയും കാര്യത്തിന് ഇവിടെ നിർത്താം. അപ്പൊ സാറും കാര്യത്തിന് ഏൽപ്പിച്ചാൽ തോന്നുന്നുണ്ട് ഈ കാറും കാര്യത്തിന്. അപ്പൊ എന്തായാലും യാതൊരില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാറിനും കാര്യത്തിന് സാറിനോട് സംസാരിച്ചു നോക്കി. യാതൊരില്ല. അത് സാറിനെ വിളിപ്പിച്ചത് ഫ്രാങ്കിൾ അനിയനും കാര്യത്തിനാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ഫ്രാങ്കിലെ കാര്യത്തിന് മരിച്ചു. എന്താ വെച്ചാൽ ഫ്രാങ്കിന്റെ 3 കണ്ട് കാര്യത്തിനാക്കിട്ട് സോംബി കാര്യത്തിന് ആക്രമിച്ച് ഇവിടുത്തെ കുറച്ച് പോലീസുകാരും കാര്യത്തിന് പറഞ്ഞു കൊടുത്തതാണ് ആക്രമിക്കാൻ വേണ്ടിട്ട്. ചെറിയ എന്താ കേസും കാര്യത്തിനുണ്ടായിട്ട് അങ്ങനെ ആയതാണ്. അപ്പൊ അത് കുറച്ച് ഞാൻ 5നെ വിളിച്ച ആകെയുള്ള നമ്പറും കാര്യത്തിന് ഫ്രാങ്കിലെ അടുത്ത് എന്റെ നമ്പറാണ്. അപ്പൊ എന്റെ കുടുംബക്കാരൊന്നും നമ്പർ ആയില്ല. അപ്പൊ എന്റെ നമ്പറിൽ കിട്ടിയേ വിളിച്ചെന്നുള്ളൂ. അപ്പൊ എന്താ സാർ എന്താ പറ്റി? അപ്പൊ സോംബി ആക്രമിച്ച് എന്താ പറ്റി നമ്മളൊന്ന് യാതൊരു സംശയമില്ല. നമ്മളിന്ന് രാവിലെയാണ് അറിയണം. അപ്പൊ പെട്ടെന്ന് നമ്പർ കിട്ടിയപ്പോ വിളിച്ചതാണ്. ഫ്രാങ്കിലെ രക്ഷിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് കുറച്ച് ടാസ്കും കാര്യത്തിന് അതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ ഫ്രാങ്കിലെ രക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ ചെയ്താൽ എനിക്ക് രക്ഷിക്കാൻ അതിനെ പറ്റി അറിയണ്ടെങ്കിൽ ചെയ്യും. ഓക്കെ സാർ, ഞാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഫ്രാങ്കിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ലൊക്കേഷനും കാര്യത്തിന് വിട്ട് തരാന്ന് പറഞ്ഞേ. അപ്പൊ അതിനായിട്ട് നമുക്കൊരു ഇത് വേണം. ഫ്രാങ്കിലെ ഫ്രണ്ടിന്റെ നമ്പറും കാര്യത്തിന് നമുക്ക് തന്നെ. അപ്പൊ ഫ്രാങ്കിലെ വീട്ടും കാര്യത്തിന് പോണേ. അപ്പൊ ഫ്രാങ്കിലെ വീട്ടും കാര്യത്തിന് ഇവിടെ അടുത്താണ്. വലിയൊരു വീടും കാര്യത്തിനാണ് പോലീസുകാരും കാര്യത്തിന് നമ്മൾ പറഞ്ഞു തന്നത്. അപ്പൊ യാതൊരു നമ്മൾ പണ്ടും കേട്ട് വന്നാണ്, ചെറുപ്പത്തിൽ വന്നിട്ട് അതിൽ ഓർമ്മ ഒന്നുമില്ല. ഫ്രാങ്കിലെ കാറും കാര്യത്തിന് അത് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കാറും കാര്യത്തിന് ഇവിടെ നോക്കിയാണ് വീടൊന്നും കാണും ചെയ്യാം. അതേപോലെ നമ്മൾ ആ ഫ്രണ്ടിനും കാര്യത്തിന് വിളിച്ചാൽ ആ ഫ്രണ്ട് ഫ്രാങ്കിലെ ഫ്രണ്ടും കാര്യത്തിന് എല്ലാ വണ്ടി കാര്യത്തിന് ഒപ്പിച്ചു കൊടുക്കണം. ഫ്രണ്ടും കാര്യത്തിന് എന്താ പറഞ്ഞപ്പോ എന്തെങ്കിലും ഫ്രണ്ടിനും കാര്യത്തിന് വിളിച്ച് നോക്കാൻ മതി കൊളുത്തന്നെ. അല്ലാതെ ഫ്രാങ്കിലെ അനിയനും കാര്യത്തിനാണ്. ഫ്രാങ്കിലെ മരിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും കാര്യത്തിന് അറിഞ്ഞു. നല്ല വിഷമം കാര്യത്തിന് ഫ്രാങ്കിലെ ഒരു സുഹൃത്തും കാര്യത്തിന് എല്ലാത്തിനും എന്നെ വിളിച്ചിട്ട് വണ്ടിക്ക് എല്ലാ ആവശ്യത്തിനും കാര്യത്തിന് എന്നൊക്കെ വിളിച്ചിട്ട് എന്തിനെ വിളിക്കും. അപ്പൊ അത് പോലീസുകാരും കാര്യത്തിനും തന്ന നമ്പറും കാര്യത്തിന്. അപ്പൊ ഫ്രാങ്കിലെ എന്റെ ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കുന്ന നമ്പറും കാര്യത്തിന് ഫ്രാങ്കിലെ ഫോണും കാര്യത്തിന് എടുത്താണ്. എനിക്ക് എന്ത് UFO കാര്യത്തിന് വേണം. ഒപ്പിച്ചുതരാം. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ട് കാര്യത്തിന് ഒപ്പിച്ചുതരാന്ന് പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് ബിൽഡിങ്ങിന്റെ പേരും കാര്യത്തിന് നമുക്ക് പറഞ്ഞത് അങ്ങോട്ടായിട്ട് പോകാനൊക്കെ കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ വണ്ടി കാര്യത്തിന് അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ എന്തെല്ലാം വണ്ടിയിലും കാര്യത്തിന് കയറിയില്ലേ. പക്ഷെ എനിക്ക് ശരിക്കും വണ്ടി കാര്യത്തിന് ഓട്ടാൻ അറിയില്ല. ഞാൻ അവിടെ ഓട്ടലൊന്നുമില്ല. പക്ഷെ ഇവിടേക്ക് വന്നുകൊണ്ട് വണ്ടി കാര്യത്തിന് കിട്ടുന്നതുകൊണ്ട് വണ്ടി ഓട്ടുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അറിയാം. അങ്ങനെ അപകടം കാര്യത്തിന് ഉണ്ടാവണം. എന്തായാലും ഞാൻ വെല്ല ഓട്ടി കാര്യത്തിനാണ് സിറ്റിംഗ് കാര്യത്തിന്. അപ്പൊ നമ്മളോട് പറഞ്ഞ ബിൽഡിംഗ് കാര്യത്തിന് ഇതാ പറഞ്ഞപ്പോ ഇതിന്റെ മുഴുക്കും ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് നേരെ ഇതിൽ കൂടെ കയറിയാണ് മുഴുക്കും കാര്യത്തിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അതിന്റെ മുകളിൽ കൂടെ കയറിയാണ് മുകളിലത്തേക്ക് ഇതാണ് UFO കാര്യത്തിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്ര ഓട്ടി പരിചയം വണ്ടി തന്നെ ഓട്ടാറില്ല. എന്നിട്ട്
അങ്ങനെ ഹോട്ടലിൽ യാതൊരില്ല. എടുത്ത് ഗൈസ് നല്ല സ്പീഡിങ് കാര്യത്തിനുണ്ട്. പെട്ടെന്നാണ് മുന്നോട്ട് കാര്യത്തിന് പോയി ഇവിടെ നോക്കിയ എല്ലാ സിറ്റിംഗ് കാര്യത്തിന് മുന്നോട്ട് കാണാനൊക്കെ പറ്റുന്ന കാര്യത്തിൽ മുകളിൽ തന്നെ നിന്നാണ് വ്യൂയും കാര്യത്തിന് അടിപൊളിയാക്കണം. അപ്പൊ അതിന് മുൻവ്യൂ അങ്ങനെ ഉണ്ട് അടിപൊളിയാക്കണം. അപ്പൊ മുൻവ്യൂ അടിപൊളിയാക്കണം. ഇവിടെ താഴത്തേക്ക് നോക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത് നോക്കാനായിട്ട് നമുക്ക് നേരെ ബിൽഡിംഗ് കാര്യത്തിന് കണ്ടുപിടിച്ചാൽ നേരെ പോവാണ്. അപ്പൊ ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് അതിന്റെ അടുത്തൊരു ഗ്യാപ്പും കയത്തിന് ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കയത്തിന് നമുക്ക് നേരെ കയറുന്നുണ്ട്. അപ്പൊ കുറച്ച് ടാസ്കും കയത്തിന് നമ്മൾ മാക്സിമം കയറാൻ നോക്കുന്നുണ്ട്. അപ്പൊ കയറുന്നത് യാതൊരില്ല. അപ്പൊ താഴത്തും കയത്തിന് പോയപ്പോ മുഴക്കായി കയറി. അപ്പൊ അതാണ് ഫ്രാങ്കിലെ കൈയിന്റെ ഭാഗം കയത്തിന്. അപ്പൊ ഇതെന്തൊരു ബോട്ടിലും കയത്തിന് ആക്കി വെച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ എടുത്ത് കണ്ട് അടുത്ത ഭാഗം കയത്തിന് എടുക്കാൻ പോവാ. ഇതും കയത്തിന് എടുത്താണ് ഇതിൽ കയറിയത്. അപ്പൊ അത് കുറച്ച് ഓട്ടാൻ ടാസ്കും കയത്തിനാണ്. ഇപ്പൊ ഞാൻ ഓട്ടി പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ടാസ്കും കയത്തിന് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ കയത്തിന് പോകണ്ടേ. അപ്പൊ അടുത്ത ലൊക്കേഷൻ നമുക്ക് പെട്രോൾ പമ്പിന്റെ മുകളിൽ നിന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് നേരെ പെട്രോൾ പമ്പിന്റെ മുകളിൽ കയത്തിന് പോകാൻ പറ്റുമോ യാതൊരില്ല. പക്ഷെ അതിന് പോയൊക്കെ യൂഫ് കാര്യത്തിന് നമ്മൾ ഓട്ടി പരിചയം അവിടെ എത്തൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ എന്തായാലും അവിടെ എത്തി കാര്യത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പെട്രോൾ പമ്പിന്റെ താഴത്തും കാര്യത്തിന് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പോയി ഫ്രാങ്കിലെ കാലും കാര്യത്തിന് കണ്ടിട്ട് അപ്പൊ ഇതൊരു ബോട്ടിലും കാര്യത്തിന് ആക്കി വെച്ചിരിക്കണം. അപ്പൊ പല പല സ്ഥലത്തും കാര്യത്തിന് അപ്പൊ ഇതങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പെട്രോൾ പമ്പിന്റെ അവിടെ നേരെ പുറത്തതും കാര്യത്തിന് നമ്മൾ എയർപോർട്ടിലും കാര്യത്തിനുണ്ട്. എയർപോർട്ടൊക്കെ പെട്ടെന്ന് പിടിച്ച അപ്പൊ ഈ ഓഫ് കാര്യത്തിന് ഓടിച്ചാൽ സ്പീഡും കാര്യത്തിനുണ്ട്. ബെല്ലും കാര്യത്തിന് ഓടിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ എയർപോർട്ടിലും കാര്യത്തിന് അങ്ങനെ എത്തി. അപ്പൊ ബെല്ല ലാൻഡ് ചെയ്താണ്. അപ്പൊ ഈ 3 ഭാഗം കൂടെ കിട്ടിയിട്ട് യോജിച്ചു. അപ്പൊ ഫ്രാങ്കിന് ജീവൻ കാര്യത്തിന് വരുന്ന പറഞ്ഞത് പോലീസുകാരും കാര്യത്തിന്. അപ്പൊ നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതാണ് ഫ്രാങ്കിലെ തല കാര്യത്തിന്. അപ്പൊ 3 ഭാഗം കാര്യത്തിന് കിട്ടി. അപ്പൊ ഇത് എടുത്താണ് നമുക്ക് നേരെ പോകാം. അപ്പൊ നമ്മളെ മുഖച്ചായ മാത്രമുണ്ട് ഫ്രാങ്കിലും കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും നേരെ വീട്ടും കാര്യത്തിന് വീട്ടിൽ പാർക്ക് നല്ല കൊടുക്കും കാര്യത്തിന് നല്ല സ്പീഡും കാര്യത്തിന് ഇത് മുന്നോട്ട് കിട്ടാത്ത നല്ല സ്പീഡ്. അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാം ലാൻഡ് ചെയ്തൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ലാൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ കുഴപ്പമില്ലാതെ ലാൻഡും കാര്യത്തിന് ചെയ്തത്. അപ്പൊ ഞാൻ ടെസ്റ്റും കാര്യത്തിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ജിമ്മിന്റെ ഏരിയയും കാര്യത്തിനാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് മെഷീനും കാര്യത്തിനും ഉള്ളത്. അപ്പൊ അവിടുന്ന് മെഷീനിൽ നിന്ന് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തെങ്കിലും മുകൾക്ക് കാര്യത്തിന് കയറി പോകാൻ അവിടെ നിന്ന് നോക്കുക. അങ്ങനെയൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രാങ്കിലെ 3 ഭാഗമൊക്കെ ഓപ്പൺ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചുമ്പോ 3 ഭാഗം കണക്ട് ചെയ്യണം കാണാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മൾ ഇതാ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ സുഖമായിട്ട് കണക്ട് കാര്യത്തിന് അവിടെ അപ്പൊ നമുക്ക് ജീവൻ വരുമെന്ന് യാതൊരു കണക്ട് ചെയ്ത് അപ്പൊ നമ്മൾ നോക്കണേ. പക്ഷെ കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പൊ ഒന്നും കൂടെ തിരിച്ചു കൊടുക്കണേ. ഫ്രാങ്കില് കുറച്ച് ജീവൻ കാര്യത്തിനെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ അതേ മുഖച്ചായും കാര്യത്തിനാണ് ഗൈസ്. എന്തായാലും അനക്കും കാര്യത്തിന് കേൾക്കണം. അപ്പൊ എന്താ ജീവൻ വന്നിങ്ങനെ യാതൊരു അപ്പൊ നോക്കേണ്ടി വരും. ഫ്രാങ്കിലും കാര്യത്തിന് ജീവനോട് അപ്പൊ സാറിന്റെ കാര്യത്തിന് വിളിച്ചു. ഹലോ സാർ അപ്പൊ ഞാൻ തിരിച്ച് നാട്ടിൽ കാര്യത്തിന് പോകണം. ഫ്രാങ്കിൽ ജീവനോട് എനിക്കറിയാം ഫ്രാങ്കിലെ കാര്യത്തിന് ജീവനോട് വരുന്നത്. അപ്പൊ എനിക്ക് അറിയുന്ന കൊണ്ട് ചെയ്തു. അപ്പൊ എന്തായാലും സാറ് ഞാൻ തിരിച്ച് നാട്ടിൽ പോകണം. ഇപ്പൊ തന്നെ പോകണം. അപ്പൊ എല്ലാവരും അന്വേഷണം പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും തിരിച്ച് നാട്ടിൽ പോയി. അപ്പൊ നമ്മൾ നാട്ടിൽ കാര്യത്തിന് പോകാം. ഫ്രാങ്കിലെ വണ്ടി കാര്യത്തിന് എടുക്കാം. ഫ്രാങ്കിലെ കാര്യത്തിന് പറഞ്ഞു. അപ്പൊ ഈ ഫ്രാങ്കിലെ വണ്ടിയാണ് നല്ല മോണം കൊണ്ടുപോകണം. ഞാൻ എടുക്കുന്ന വണ്ടി കാര്യത്തിന് ആക്സിഡന്റ് കാര്യത്തിന് അവിടെ. അപ്പൊ എന്തായാലും ഫ്രാങ്കിലെ വണ്ടി കാര്യത്തിന് ഫ്രാങ്കിൽ നല്ല മോണം കൊണ്ടുപോകാൻ പറഞ്ഞു. ഫ്രാങ്കിലിനെ അറിയാൻ കുറച്ചറിയില്ല. അപ്പൊ ആ പേടിയും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും സൂക്ഷിച്ച് കാര്യത്തിന് ബെല്ലാണ് പോണത്. എന്തായാലും നമുക്ക് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് എന്തായാലും പോയി നോക്കാം. അപ്പൊ എന്തായാലും കത്തിച്ച് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിനാണ് പോകാൻ. അപ്പൊ എന്തായാലും അവിടെ തിരി കാണാൻ കഴിച്ചാൽ ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് എത്തിനെ. പക്ഷെ ഇവിടെ ട്രെയിനും കാര്യത്തിനൊന്നും വന്നില്ല. അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തൊക്കെ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് ട്രെയിനും കാര്യത്തിന് വരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് പറ്റും. ഗൈസ് അങ്ങനെ തിരിച്ചും കാര്യത്തിന് നമുക്ക് നേരെ നാട്ടും കാര്യത്തിന് പോകണം. അപ്പൊ ഇനി സിറ്റിക്കും കാര്യത്തിന് വരുത്തുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ നമ്മൾ സിറ്റിക്കും കാര്യത്തിന് വരുത്തുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് എടുക്കുക. മറക്കരുത്. ഈ സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് തരാം.